രോഗമൊരു കുറ്റമെങ്കിൽ ഡോക്ടറല്ലോ ദ്രോഹി. ആശുപത്രി നിങ്ങളൊക്കെ കാശുപത്രിയാക്കി, ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. ആശുപത്രി നിങ്ങളൊക്കെ കാശുപത്രിയാക്കി, ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. നിർത്തിക്കേ നിങ്ങളിത് എന്തേ കാണിക്കുന്നേ? ഇതൊരു ഗവൺമെൻറ് ആശുപത്രിയാണ്, അല്ലാണ്ട് ചന്തയല്ല. തൽക്കാലത്തേക്ക് ഈ ആശുപത്രി ഒരു ദുരിതാശ്വാസ ക്യാമ്പാക്കിയെന്ന് വെച്ച് ഇങ്ങനെ നടന്ന് തലൂത്തിയാൽ അറിയാമോ? ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. എല്ലാവരും പോയിക്കേ. ആരെ ഈ രോഗികൾക്ക് കഞ്ഞി ഉണ്ടാക്കുന്ന ചെമ്പുപാത്രം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അല്ലോ സാറേ, അത് രോഗികൾക്ക് കഞ്ഞി വെക്കുന്ന ചെമ്പല്ല, ലംബോർഗിനിക്കാർ സ്വന്തമായിട്ടുള്ള സിനിമാതണ്ട അമ്മച്ചിയില്ലേ, അവരെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ചെമ്പുപാത്രമാണ്. ഓഹോ, അപ്പൊ വെറും ചെമ്പല്ല, ചെമ്പോർഗിനി എന്ന് പറ. എടി മോളി, നീ അറിഞ്ഞാ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറിയിടിയേ? എന്ത് രസമാണെന്നോ. ഹോ, നിങ്ങളുടെ വീട്ടിലൊന്നും വെള്ളം കയറിയില്ലേ? കഷ്ടായി പോയി. എടി മോളി എന്ന് പേരുണ്ടായാൽ മാത്രം പോരാ, മോളി കൂടെ പറക്കാനും വേണൊരു യോഗം. പിന്നെ ഞങ്ങളിപ്പോ ദുരിതാശ്വാസ ക്യാമ്പിലാടി. ഇവിടെ എന്ത് അടിപൊളിയാണെന്നോ. ഇവിടെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടടിയേ, നൈറ്റി, ചുരിദാർ, പട്ടുസാരി. ഹോ, ഒരു 2 കൊല്ലെടുക്കാനുള്ളത് ഞാൻ എൻ്റെ ബാഗിലാക്കിയിട്ടുണ്ട്. ഹലോ വച്ചു കളഞ്ഞു, അവൾക്ക് അസൂയ. പ്രളയമല്ല, ഇനി തീമഴ പെയ്താലും ഇവിടെ തോൽപ്പിക്കാനാവില്ല. ഇതാരാ കുതിരപ്പുറത്ത് വരുന്നത്? കായംകുളം കൊച്ചുണ്ണിയോ? ഞാൻ കായംകുളം കൊച്ചുണ്ണിയൊന്നുമല്ല, പാവം കാലൊടിഞ്ഞ കൊച്ചുണ്ണിയാണ്. ഇവിടെ ഒടിഞ്ഞ കാൽ താങ്ങി നിർത്താൻ സെറ്റപ്പ് ഒന്നുമില്ലാത്ത കൊണ്ട് ഞാൻ തന്നെ കയറുകെട്ടി വലിച്ചു പിടിച്ചതാ. ആഹാ, കൊച്ചുണ്ണിയുടെ കാൽ എങ്ങനെയാണ് ഒടിഞ്ഞത്? എൻ്റെ ഡോക്ടറെ, ഇന്നലെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കരിക്ക് കുടിക്കണമെന്നൊരു പൂതി. അങ്ങനെ ഞാൻ ഇരുട്ടത്ത് തെങ്ങിൽ കയറി തെന്നി താഴെ വീണതാ. ഛേ, അപ്പോൾ തനിക്ക് പാതിരാത്രി തെങ്ങിൽ കയറാൻ പറ്റില്ല എന്ന് ഭാര്യയോട് പറയാമായിരുന്നില്ലേ? തെങ്ങി കയറി ഇത്രേ പറ്റിയുള്ളൂ. പറ്റില്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചേനെ. കൊച്ചുണ്ണി ചെല്ല്. ഹലോ, എന്തിത് ചോദ്യം പറച്ചില്ലാണ്ട് കിടക്കുന്നത്? പുതിയ അഡ്മിഷനാണോ? ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. 10 തലയാ, തനി രാവണൻ, പ്രമുഖ നേതാവ്, സെൽഫോൺ തള്ളന്താനം. അല്ലോ, സാറെന്താ ഇവിടെ വന്ന് കിടക്കണേ? ദുരിതമനുഭവിക്കുന്ന പാവങ്ങളോടൊപ്പം ക്യാമ്പിലാണ് കിടക്കുന്നതെന്ന് 10 പേരെ അറിയിക്കാൻ FBയിൽ പോസ്റ്റ് ഇടാൻ ഷൂട്ട് ചെയ്യുന്നതാ. ഓഹോ, അതായിരുന്നോ? എന്നാ കിടക്കട്ടെ. ഡോക്ടറെ, ഇവിടെ കാലും കൈയും ഒടിഞ്ഞ് 20 പേഷ്യൻസ് ഉണ്ട്. എല്ലാവർക്കും കൂടി ഇനി ഇവിടെ ആകെ ഒരൊറ്റ എക്സ്റേ ഫിലിമേ ഉള്ളൂ കേട്ടോ. എന്ത് ചെയ്യും? എന്നാ ഒരു കാര്യം ചെയ്യും, എല്ലാവരെയും മുറ്റത്ത് നിരത്തി നിർത്തി ഒരു ഗ്രൂപ്പ് എക്സ്റേ അങ്ങോട്ട് എടുക്കാം. പിന്നെ ആർക്കും പരാതി ഉണ്ടാവില്ലല്ലോ. ഹോ, ഈ ഡോക്ടറിന്റെ ഒരു ബുദ്ധിയെ ഭയങ്കരം തന്നെ. അയ്യോ, ഓ, ഇവിടെ ഭയങ്കര ഉറുമ്പ, അങ്ങോട്ട് മാറിക്കിടക്കാം. ലൈക്ക് കുറെ വാരി കൂട്ടും കൊച്ചു കള്ളൻ. അയ്യോ, ആംബുലൻസ് ആണല്ലോ, പണിയായെന്നാ തോന്നുന്നത്. അയ്യോ ഡോക്ടറെ, അത് ആംബുലൻസ് ഒന്നുമല്ല, ഏതോ നാടൻ പാട്ടാരാണെന്നാ തോന്നുന്നേ. എന്തോ അപകടം പറ്റി വരുന്നതാ. ഹായ്, നാടൻ പാട്ടുകാരാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇന്ന് ഞാൻ തകർക്കും. ഡേയ് എഴുന്നേറ്റ് പോയിക്കോട്ടോ. അവരിങ്ങോട്ട് വന്നാൽ ലൈക്കല്ല, നല്ല ചവിട്ടാണ് കിട്ടാൻ പോകുന്നത്. പോയിക്കോ. ഡോ, അവിടെ ഒന്ന് കീറി പൊളിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വാ. ആഹാ, അടിപൊളി, സൂപ്പർ, കിടുക്കി. ചേട്ടനായിരിക്കും ഇതിൻ്റെ ആശാനല്ലേ? എന്താ പേര്? എന്നോട് പേര് രാമായൻ നാടോ, ഓലോത്തെ കുഞ്ചുരമാന്ന് വിളിക്കും കേട്ടോ. ആശാന്റെ പേര് രാമായൻ നാടോ,
കൊച്ചുരമാന്ന് വിളിക്കും കേട്ടോ. അച്ചോടാ, അപ്പോ കുടുംബം? ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം. ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം. ആ മതി മതി മതി. ആശാൻ എന്താ പറ്റിയത്? മണി കെട്ടി കളിച്ചു നടക്കണം മാഞ്ചാട്ടം ചാടുന്ന കാളയുടെ ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളയുടെ മണി കെട്ടി കളിച്ചു നടക്കണം മാഞ്ചാട്ടം ചാടുന്ന കാളയുടെ ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളയുടെ. എന്നിട്ട് കാളയുടെ മണി കെട്ടി കളിച്ചു നടക്കണം മാഞ്ചാട്ടം ചാടുന്ന കാളയുടെ ഈ കാള ദേവന്റെ കാള അമ്പലം ചുറ്റുന്ന കാളയുടെ. നിർത്തടാ, പരിപാടി സ്ഥലത്ത് ഈ ഉഷാറൊന്നും കാണാറില്ലല്ലോ. ഇവിടെ കിടന്ന് കീറിപ്പൊളിച്ചോളണം കേട്ടോ എന്റെ പൊന്നു ഡോക്ടറെ. കാളയുടെ എന്ന് പറഞ്ഞ അപ്പോ തന്നെ അതിന്റെ ബാക്കി ഇവന്മാര് പാടും. ആണോ? എന്നാൽ നമുക്ക് കാളേനെ ബിജു എന്ന് വിളിച്ചാലോ? ആ അത് കൊള്ളാം, അത് മതി. എന്നിട്ട് ബിജുവിന്റെ കുത്ത് കൊണ്ടതാ. അയ്യോടാ, എങ്ങനെ? ആ അതൊരു വലിയ കഥയാ. ഇന്ന് ഞങ്ങൾ നാടൻപാട്ടും കഴിഞ്ഞ് പാടവരമ്പത്തിലൂടെ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് പാടത്ത് 4 ബിജുക്കൾ നിന്ന് പുല്ല് തിന്നുന്നു. അതിലൊരു കറുത്ത പുള്ളിയുള്ള ബിജു എന്നെ കണ്ടതും പാഞ്ഞു വന്നു എന്നെ ഒരൊറ്റ കുത്ത. ഏതായാലും ഇന്നിവിടെ കിടക്കേണ്ടി വരും. അയ്യോ അത് പറ്റില്ല, ഞങ്ങൾക്ക് രാത്രി 9 മണിക്ക് അടുത്ത പരിപാടി ഉള്ളതാ. എന്ത് പരിപാടി? അങ്ങനെ ചോദിച്ചാൽ അയ്യോ ഡോക്ടറെ, സോറി, കൈവിട്ടു പോയി. അപ്പോൾ നേരത്തെ പോയിട്ട് നിങ്ങൾക്ക് അതാണല്ലേ പരിപാടി. എന്നാ ഇന്ന് ഇവിടുന്ന് വിടണ്ട. സ്റ്റെതസ്കോപ്പും സിറിഞ്ചുമായി പണി തുടങ്ങാം. എങ്ങോട്ടാണ് തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിനു ഞാനും. എടാ വാടാ, ആശാനെ പൊക്കിക്കോ. നമുക്ക് തൽക്കാലം സ്ഥലം വിടാം. ഓഹോഹോ, ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട്. ഹായ് ഡോക്ടറെ, ദേ ബാഹുബലി വരുന്നു. അത് ബാഹുബലി ഒന്നും അല്ലടോ, നമ്മുടെ ഓട്ടക്കാരൻ സോബി മണ്ണണ്ണൂർ. അയ്യോ അപ്പച്ച, അപ്പച്ചന് എന്തു പറ്റി? അപ്പച്ചന് എന്തിനാ ഇയാൾ പൊക്കി കൊണ്ടുവന്നത്? മേരി മോളെ, റോഡിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാ. അപ്പോഴേ ഈ സാർ വന്ന് എന്നെ കോരി എടുത്തുകൊണ്ട് പോന്നത്. ഞാൻ താഴെ ഇറക്കാൻ പറഞ്ഞപ്പോൾ പറയുക ടി വിയിലൊക്കെ വരുമെന്ന്. നേരാണോ? എൻ്റെ സാറേ, വെള്ളം കയറിയപ്പോൾ വരാണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വന്ന് ആൾക്കാരെ പൊക്കിയെടുത്തിട്ട് എന്ത് കാര്യം? എൻ്റെ ചങ്ങായി, ഇനിയെങ്കിലും ആ മുതലിനെ ഒന്ന് താഴെ വെക്ക്. അതെ, ഇനി എങ്ങോട്ടാ പോണേ ഇത്ര തിരിക്കിട്ട്? ഹൈ, ഈ ചാനലുകാരങ്ങ് പോകും മുമ്പ് 10 പബ്ലിസിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഗഡി നമുക്ക് കാണാട്ടാ. ഇതെന്തു പറ്റി? ഇയാളുടെ 2 കാലും പ്ലാസ്റ്റർ ഇട്ടേക്കണത്? അത് പിന്നെ നമ്മുടെ എല്ല് ഡോക്ടർ ചെല്ലപ്പൻ സാറിന് ഒരു കൺഫ്യൂഷൻ പറ്റിയതാ. ഇയാളെ ബോധം കെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഏത് കാലം ഒടിഞ്ഞതെന്ന് ഡോക്ടർക്ക് സംശയമായത്. ഇയാളോട് ചോദിക്കാൻ പറ്റുമോ? ബോധമില്ലാതെ കിടക്കുവല്ലേ. അവസാനം ഡോക്ടർ 2ഉം കൽപ്പിച്ച് 2 കാലിന് അങ്ങ് പ്ലാസ്റ്റർ ഇട്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ക്രിസ്മസ് ഓഫറാണ്, ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്നാണല്ലോ പുള്ളി പറഞ്ഞത്. അതെ, ഈ ഓഫർ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാ. ഉഫ്, ഭാഗ്യവാനെ, പോയിട്ട് വാ. ആ പിരിവിട് ആ എടുത്തോ, പിരിവെടുത്തേ. പിരിവോ? എന്റെ മെമ്പറേ, ശവത്തിൽ കുത്തരുത്. അതെ, ഇപ്പൊ എന്തിനാ പിരിവ്?
പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തെ ദുരന്തത്തിലാഴ്ത്തിയ മഹാപ്രളയത്തിന് കാരണമായ ന്യൂനമർദ്ദത്തിനെതിരെ ഞങ്ങളുടെ പാർട്ടി ഒരു ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചെലവിലേക്കുള്ള ഫണ്ട് പിരിവാ. കാശിട്. നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഹർത്താൽ നടത്തലല്ലാതെ നല്ലത് വല്ലതും ചെയ്തുകൂടെ? ആര് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ലെന്ന്? ഞങ്ങളിവിടെ റോഡുകളുണ്ടാക്കിയില്ലേ, ഡാമുകളുണ്ടാക്കിയിട്ടില്ലേ? പക്ഷേ ഡാമിനേക്കാൾ വെള്ളം ഇവിടുത്തെ റോഡിലെ കുഴികളിലാണെന്ന് മാത്രം. ഇതിനൊക്കെ വല്ലതും ചെയ്തുകൂടെ? റോട്ടിലെ കുഴിയടക്കാത്ത ഗവൺമെൻറ്റിനെതിരെ ഒരാഴ്ച ഹർത്താൽ നടത്തി പ്രതിഷേധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പിരിവ് പുറകെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ ഞങ്ങൾ ഈ പാടുപെടുന്നത്. ഹലോ നേതാക്കന്മാരെ, നല്ല മനസ്സുള്ള കുറേ മനുഷ്യർ ക്യാമ്പുകളിൽ എത്തിച്ചു തരുന്ന സാധനങ്ങളിൽ പകുതിയും നിങ്ങൾ അടിച്ചു മാറ്റിയും മറിച്ചു വിറ്റും പാവങ്ങളെ വഞ്ചിച്ചില്ലേ? എന്നിട്ട് വീണ്ടും അവരുടെ ചട്ടിക്കകത്ത് കൈയിട്ട് വരുവാണോ? ഈ സമയത്തെങ്കിലും അവരെ ഒന്ന് വെറുതെ വിട്ടൂടെ? അത് തന്നെ കണ്ണീച്ചോരില്ലാത്തോരെ. അനാവശ്യം പറയരുത്. ഞങ്ങൾ ജനപ്രതിനിധികളാണ്. ഞങ്ങളുടെ വില എന്തെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാം. ജനങ്ങളുടെ നിധി അപഹരിച്ച് പ്രതിയാകുന്നവനാരോ അവനാണ് ജനപ്രതിനിധി. എടാ, നീയൊക്കെ ഞങ്ങളെ അടച്ചാക്ഷേപിക്കും അല്ലടാ. കാണിച്ചു തരാം നിന്നെയൊക്കെ. നല്ല നേതാക്കന്മാർക്ക് കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന നിന്നെയൊക്കെ അടച്ചല്ല അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. അമ്മേ, നീ എന്നെ തല്ലിയല്ലേ? നോക്കിക്കോ, ഇതിനെതിരെ ഞങ്ങൾ അനിശ്ചിതകാല ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. സുലൈമാനെ വാടോ. ഇതുപോലെ കുറെ നേതാക്കന്മാരും പിന്നെ ഹർത്താലും ഉള്ളിടത്തോളം കാലം നമ്മുടെ കേരളത്തിന്റെ കാര്യം ഗോവിന്ദ.